നമ്മുടെ നാട്ടിൽ പല വിസ്മയങ്ങളും നടക്കുന്നുണ്ടെങ്കിലും വാർത്താ മാധ്യമങ്ങളിൽ അധികം പ്രാധാന്യം കിട്ടാതെ പോയ ഒരു മഹാവിസ്മയത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ഞെട്ടലോ അത്ഭുതമോ വിസ്മയമോ ഒന്നും തോന്നിയെന്ന് വരില്ല. പക്ഷേ അതിൻ്റെ ഉള്ളുകളികൾ ആലോചിക്കുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു അല്ലെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അന്തർനാടകങ്ങൾ അത്രയും വിചിത്രവും സങ്കീർണവുമാണ്. ആദ്യം തന്നെ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. നമ്മുടെ ജനാബ് KT ജലീൽ ദീർഘകാലത്തെ CPM സഹയാത്രിക വേഷം ഉപേക്ഷിച്ച് പാർട്ടിയിൽ അംഗത്വമെടുക്കാൻ തീരുമാനിച്ചു എന്നല്ല, അദ്ദേഹം പാർട്ടിയിൽ മെമ്പറായിട്ട് ചേർന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇതിലെന്താണ് ഇത്ര വലിയ അത്ഭുതം? ലോനപ്പൻ നമ്പാടനും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും മനോജ് കുരിശിങ്കലും TK ഹാംസയും അടക്കം മറ്റ് പല സഹയാത്രികരും ഇടക്കാലത്ത് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുകയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയൊക്കെ ചെയ്തതായിട്ട് നമുക്കറിയാം. കേരള കോൺഗ്രസ്സുകാരിയായിരുന്ന വീണ ജോർജ് സ്ഥാനാർത്ഥിയായതിനു ശേഷം പാർട്ടി അംഗത്വം എടുക്കുകയും അരിവാൾ ചുരുക്ക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുകയും പിന്നീട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറും ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. വീണ ജോർജിന് CPMൽ ചേരാമെങ്കിൽ KT ജലീലിന് 4 പ്രാവശ്യം ചേരാം. കാരണം അദ്ദേഹം 2006 മുതൽക്ക് അല്ലെങ്കിൽ 2005 അവസാനം മുതൽക്ക് ഈ പാർട്ടി സംവിധാനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിക്കാർ നടത്തിയ സഖാവ് പിണറായി വിജയൻ നയിച്ച നവകേരളം മാർച്ചിൽ പാർട്ടിക്കാരനല്ലാത്ത ഒരു ജാഥ അംഗമുണ്ടായിരുന്നെങ്കിൽ അത് KT ജലീലാണ്. കാരണം പിണറായി വിജയൻ ഏറ്റവും വിശ്വസനായിട്ടുള്ള ആളാണ് KT ജലീൽ. അദ്ദേഹം 4 തവണ മലപ്പുറത്തെ ദുഷ്കരമായ മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ചു. ഒരു തവണ കുറ്റിപ്പുറത്ത് മത്സരിച്ചു. സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടിയെ മലത്തി അടിച്ച് വിജയിച്ചു. പിന്നീട് 3 തവണ തവന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചു. ചെറിയ ജയമല്ല, 4 എണ്ണപ്പെട്ട ജയമായിരുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനായിരുന്നില്ല, മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചു. ഇനി അങ്ങോട്ടുള്ള കാലം എഴുത്തും വായനയും ചിന്തയും ഗ്രന്ഥരചനയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഈ സജീവ രാഷ്ട്രീയം മനുഷ്യർ കൊണ്ടുനടക്കാവുന്നതിനൊക്കെ ഒരു പരിധിയും പരിമിതിയുണ്ട്. അതൊക്കെയായി ചാകണ വരെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് നാട്ടുകാരെ വെറുപ്പിക്കാനും ശാപം ഏറ്റുവാങ്ങാനും താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ പോലെ ബുദ്ധിശാലിയായ ഒരാൾക്ക്, ഒരു ബുദ്ധിജീവിയായ ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും എഴുതാനും ഉണ്ട് നമുക്കറിയാം. ഈ ഇപ്പോൾ ഖുറാനും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും നമ്മൾ താരതമ്യം ചെയ്ത് സഖാവ് AKG VMS ഒക്കെ ഇപ്പോൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ, അതോ നോമാൻസ് ലാൻഡിലാണോ, വേറെ വല്ലയിടത്തുമാണോ എന്നൊക്കെ പഠിച്ച് ഒരു പ്രബന്ധം എഴുതാനായിട്ട് ഇന്നിപ്പോൾ പാർട്ടിയിൽ CPMൽ ആരുമില്ല, ലീഗിലും ആരുമില്ല. ആകെ വന്നിട്ട് പോയിട്ടുള്ളത് നമ്മുടെ ജലീൽ സാഹിബാണ്. പിന്നെ ബുദ്ധിയും വിവേകവും വാഗ്ദാടിയുള്ള ഒരാൾ എന്ന് പറയുന്നത് സമദാനി സാഹിബാണ്. പുള്ളിക്ക് മറ്റു പല കലാപരിപാടികളും കൃഷികളും ഉള്ളതുകൊണ്ട് ഇതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ ജലീൽ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ മുഹമ്മദ് നബി സോഷ്യലിസ്റ്റായിരുന്നോ കമ്മ്യൂണിസ്റ്റായിരുന്നോ നക്സലൈറ്റായിരുന്നു, അതോ ലീഗുകാർ പറയുന്ന പോലെ മുസ്ലിം ലീഗുകാരനായിരുന്നു, അതോ കോൺഗ്രസ്സുകാർ കരുതുന്ന പോലെ ദേശീയ മുസ്ലിമായിരുന്നു എന്നൊക്കെയുള്ള വിഷയങ്ങൾ, അതിനെക്കുറിച്ചുമൊക്കെ പഠിക്കാനും എഴുതാനും ഒക്കെ സമയം കണ്ടെത്തും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ CPM പാർട്ടി, പ്രത്യേകിച്ച് അതിൻ്റെ പരമോന്നത നേതാവ് സഖാവ് പിണറായി വിജയൻ ജലീലിനെ നിർബന്ധിച്ചു. ജലീലെ തവനൂരിൽ ഒരു തവണ കൂടെ മത്സരിക്കണം എന്ന് പറഞ്ഞു. ജലീലിലെ മനസ്സില്ലാ മനസ്സോടെയാണ് തവനൂർ മത്സരിച്ചത്. ജലീലിന് വീണ്ടും മത്സരിക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തിന് ജയിച്ച് MLA ആയിട്ട് തവനൂരിനെ സേവിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ജലീലിനേക്കാളും നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലായത് തവനൂർ സാധാരണക്കാരായ വോട്ടർമാർക്കാണ്. അതുകൊണ്ട് അവർ എതിർ സ്ഥാനാർത്ഥി കൂട്ടി. അങ്ങനെ VS ജോയി തവനൂരിൽ നിന്ന് ജയിച്ച MLA. അതുകൊണ്ട് വേറെ പല ഗുണങ്ങളുണ്ട്. ഒന്നാമത് ഈ തവനൂർ മണ്ഡലത്തിൽ 1% താഴെ ക്രിസ്ത്യാനികളുള്ളൂ. അവിടെ ഒരു ക്രിസ്ത്യാനി, ഒരു സത്യക്രിസ്ത്യാനി എന്ന് മാത്രമല്ല, അപൂർവത്തിൽ അത്യപൂർവമായ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽ സൂക്ഷ്മ ന്യൂനപക്ഷമായിട്ട് പെന്തിക്കോസുകാരൻ VS ജോയി ജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മതേതര പാരമ്പര്യം തെളിയിക്കാൻ കൂടി തവനൂരുകാർക്ക് സാധിച്ചു. ജലീൽ സ്വാഭാവികമായിട്ട് തോറ്റുപോയി. ജലീലിൻ്റെ നമ്മുടെ തോൽവി ജയമൊന്നൊരു പ്രശ്നമല്ല. പുള്ളി ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചു. 4 തവണ ജയിച്ചു, 1 തവണ തോറ്റു.
ഈ രാഷ്ട്രീയത്തിൽ ജയവും തോൽവിയൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരു തവണ തോറ്റു എന്ന് കരുതി മനസ്സും മടുത്ത് ഈ പ്രസ്ഥാനം നിർത്തി പോകുന്ന ആളല്ല ജലീൽ. അങ്ങനെ അദ്ദേഹം പൊതുരംഗത്ത് തുടരാൻ തീരുമാനിച്ചു. ആദ്യം ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചത്, ഇപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹം പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഇത്ര നാൾ സഹയാത്രികനായിരുന്നുള്ളൂ. ഇനി അങ്ങനെയല്ല, പുള്ളി പാർട്ടി അംഗത്വം എടുത്തു. ഇനി അങ്ങോട്ട് ലോക തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിലാണ് പുള്ളിക്ക് താല്പര്യം. ഇന്ത്യയെ സായുധ സമരത്തിൽ കൂടി മോചിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കും. അതല്ല, പാർലമെൻ്ററി പാതയിൽ കൂടിയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വഴിക്ക് പോകും. രണ്ടായാലും KT ജലീൽ വച്ചകാലം പുറകോട്ടില്ല. മാത്രമല്ല, അദ്ദേഹം ഈ CPM ചേരുന്ന മുഹൂർത്തം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനവും നിർണായകവുമാണ്. കാരണം എന്താ പറയുക, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കേരളത്തിൽ ഏതാണ്ട് 30% വരുന്ന മുസ്ലിങ്ങൾ, 30% ജനസംഖ്യയുടെ 30% ഉണ്ടെങ്കിലും വോട്ടർമാരുടെ ഒരു 26-27% വരുന്ന മുസ്ലിം ഇലക്ടറേറ്റ് ഏതാണ്ട് പൂർണ്ണമായിട്ടും UDFനാണ് വോട്ട് കൊടുത്തത്. LDFന് വോട്ട് കൊടുത്തവരേ ഇല്ല എന്ന് ഞാൻ പറയില്ല. ഒരു 3%, 4% ചിലപ്പോൾ കൊടുത്തതാണ്, അത്രേ ഉള്ളൂ. ബാക്കി മുഴുവനും തന്നെ UDFിലേക്കാണ് പോയത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഒരു സീറ്റ് പോലും LDFന് ജയിക്കാൻ പറ്റില്ല. തവനൂർ പൊന്നാനിയും തോറ്റുപോയി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മുസ്ലിം ജനസാമാന്യത്തെ, അതിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട്, കൂടുതലും വിശ്വാസികളാണ്, അതിൽ തന്നെ ലീഗ് വിശ്വാസികളാണ്. അപ്പോൾ ഈ ലീഗുകാരടക്കമുള്ള മുസ്ലിം ജനസാമാന്യത്തെ CPMലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വലിയൊരു ദൗത്യമാണ് ജലീൽ സാഹിബ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ജലീൽ സാഹിബ് എന്ന് പറയാൻ പറ്റില്ല, ജലീൽ സഖാബ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് പുള്ളി തെളിയിക്കും എങ്ങനെ ഒരു നല്ല മുസൽമാൻ, ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കാൻ കഴിയും, എങ്ങനെ ഖുറാനും അതുപോലെ ഹദീസുകളും അനുസരിച്ച് നബി ചര്യയിൽ നിന്ന് വ്യതിചലിക്കാതെ ഒരാൾക്ക് സോഷ്യലിസ്റ്റായ നബിയുടെ കിതാബ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യവിശ്വാസികളെ എങ്ങനെ സത്യമാർഗമായ കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് അദ്ദേഹം ജീവിതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രബോധനം കൊണ്ടും തെളിയിക്കും. അങ്ങനെ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുമുള്ള മുസ്ലിമീങ്ങൾ ക്യൂ നിന്ന് CPMന് വോട്ട് ചെയ്യും. അങ്ങനെ ഈ നാട്ടിൽ വീണ്ടും ഇടതുപക്ഷ വസന്തം ഉണ്ടാകും. അങ്ങനെ KT ജലീൽ വീണ്ടും ഒരിക്കൽ കൂടി മന്ത്രിയാവും, ആകാതിരിക്കുകയും അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ പൊതുരംഗത്തേക്ക് പുനർസമർപ്പിതനാകുന്ന ജലീൽ സാഹിബിന്, അല്ലെങ്കിൽ ജലീൽ സഖാബിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാതയിൽ 1000 രക്തപുഷ്പങ്ങൾ വിതറാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഈ ഇടതുപക്ഷ കേരളത്തിൻ്റെ ഒരു കണ്ണിലുണ്ണിയായി, ഒരു തവനൂർ സുൽത്താനായിട്ട് തിരിച്ചു വരും എന്ന ആശ പങ്കുവച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.